മത്സരിക്കാൻ തയ്യാറാണോ എന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ചോദിച്ചു. പാർട്ടിക്ക് വേണ്ടി ശക്തമായൊരു പോരാട്ടം നടത്താൻ തയ്യാറാണ് എന്ന് ഞാൻ വടകര നിയോജകമണ്ഡലത്തിലാണ് മത്സരിക്കാൻ തയ്യാറാണ്. അക്രമ രാഷ്ട്രീയത്തിനെതിരെ പോരാടാനും വടകരയിൽ 10 വർഷം KPC പ്രസിഡന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തുടരാനും പാർട്ടി തയ്യാറാണോ എന്നോട് ചോദിച്ചപ്പോൾ പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ദൗത്യം നിർവഹിക്കാമെന്ന് ഞാൻ മറുപടി പറഞ്ഞു. അത് മാത്രമേ എനിക്കറിയൂ. പാർട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും മത്സരിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഏറ്റവും അഭിമാന പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് വടകര എന്ന് പറയുന്നത്. അവിടെ അവസാന നിമിഷം വരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാതിരുന്നത് കോൺഗ്രസിന് വലിയ വീഴ്ചയായി കണ്ടിരുന്നു. ഒരിക്കലും വീഴ്ചയല്ല. കോൺഗ്രസ് എല്ലാ ഘടകങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക. അതനുസരിച്ച് തന്നെയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ വൈകി എന്നുള്ളത് കൊണ്ട് അത് ഒരിക്കലും വിജയപരാജയങ്ങളെ ബാധിക്കില്ല. UDF നല്ല വോട്ടോടുകൂടെ വിജയിച്ചു. പി ജയരാജനാണ് അങ്ങയുടെ എതിരാളി. ഞാൻ എതിരാളി ആരാണെന്ന് നോക്കാറില്ല. മത്സരം ആശയങ്ങൾ തമ്മിലുള്ള ജനാധിപത്യവും അക്രമ രാഷ്ട്രീയവും തമ്മിലുള്ള പോരാട്ടം. അതിലെ ജനാധിപത്യ മതേതര സംവിധാനത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളും. ഇടതുപക്ഷം ആ രീതിയിലല്ല ജനാധിപത്യത്തിനെ കാണുന്നത്. അതെല്ലാം തീരുമാനിക്കേണ്ട പാർട്ടി UDF. അതെനിക്കറിയില്ല. ഇങ്ങനൊരു കാര്യം എന്നോട് രണ്ടുപേരും സൂചിപ്പിച്ചു. പടക്കുതിര